അതിന്റെ ഇടയിലാണ് ചില തടയലുകളും കാലുകളുകളും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട അസ്ഹർ അലി വൈസിയാണ് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം കരുവാരകുണ്ടിലേക്ക് വന്നാൽ അദ്ദേഹത്തിന്റെ കയ്യും കാലും പൊട്ടുന്നവർ. കയ്യും കാലും പൊട്ടുന്നു മാത്രമല്ല, ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വീട്ടിൽ പോയിട്ട് പറയുന്നത് അവിടെ വരരുത്, നിങ്ങളെ കയ്യും കാലും കെട്ടി നിങ്ങളെ കൊന്നിടാൻ വേണ്ടി അവിടെ തയ്യാറാണ്. ആപ്പോൾ ഉസ്താദിനെ സ്നേഹിച്ച് നമ്മുടെ ജന്മനാട് നിൽക്കുന്ന ആദരത്തിന് വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് മഹത്തായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മളൊക്കെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഏതാനും നിമിഷങ്ങൾ കൊണ്ട് നമ്മുടെ വളരെ അടുത്തെത്തിയിരിക്കുന്ന പട്ടിക്കാട് സ്വദേശിയായ ബഹുമാനപ്പെട്ട കേന്ദ്ര മുഷാവറായ അസ്ഹർ അലി ഫൈസി അവர்கள் കരുവാരകുണ്ടുകാരുടെ സന്തോഷത്തിന്റെ ദിവസം ആ സന്തോഷം പരസ്പരം പങ്കുവെക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിച്ചത്. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഒരുപാട് തടയലുകളും ഒരുപാട് കൈകാലുവെട്ടലുകളൊക്കെ ഉണ്ടായിട്ട് പോലും അതിനൊക്കെ അതിജയിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ പ്രവർത്തകന്മാർ ഒന്നിരിൽ വന്നരായ നമുക്കൊക്കെ അറിയാം, ഈ സ്ഥാപനത്തിന്റെ ശില്പിയാകുന്ന കേരള ജനങ്ങൾക്ക് ദിശാബോധം നൽകി തന്റെ പുരുഷായുസ് മുഴുവനും സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിച്ച വന്നിരിൽ വന്നരായ KT ഉസ്താദിനെ അല്ലാഹു ബർക്കത്തുഹു ആമീൻ. മഹാനവറുകളുടെ ശിക്ഷണത്തിൽ വളർന്നതായ ഒന്നരായ വാക്കോട് ഉസ്താദ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം KT ഉസ്താദിന്റെ കാലശേഷം ഈ കരുവാരകുണ്ടുകാർക്ക് ഇനി ആര് എന്ന് പറയുമ്പോൾ ഒരേ ഒരു ഉത്തരം മാത്രമേ നമുക്ക് നൽകാനുണ്ടായിരുന്നു. ആ അർഹതക്കുള്ള അംഗീകാരം ഉസ്താദിന്റെ പിൻഗാമി എന്നുള്ളവർക്ക് ഒന്നരായ ഉസ്താദിലേക്ക് ആവശ്യപ്പെടാതെ ആഗ്രഹിക്കാതെ വന്നു ചേർന്നപ്പോ ഇന്ന് അദ്ദേഹത്തിന്റെ ഒന്നരായ ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളും അതുപോലെ കരുവാരകുണ്ടിലുള്ള ഈ നാട്ടുകാരിൽ 99% വരുന്ന ആളുകളുമാണ് ആ സന്തോഷത്തിൽ പങ്കാളികളാകുന്നത്. അത് ഒരുമിച്ചുകൊണ്ടൊരു സന്തോഷമാക്കി തീർക്കണമെന്ന് കരുവാരകുണ്ട് പഞ്ചായത്ത് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചതനുസരിച്ചാണ് ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ ഒരു കാരണം. സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ ശത്രുക്കളുടെയും മിത്രങ്ങളുടെയും പ്രചരണങ്ങൾ കേട്ടുകൊണ്ടുവന്ന ആളുകളുണ്ട്. ഏതായിരുന്നാലും വാസ്തവത്തിൽ ഇന്ന് ഈ പരിപാടി ഇത്ര വിപുലമാകാനുണ്ടായ ഒരു കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ സമസ്തയുടെ ശത്രുക്കളായ ആളുകളുടെ കുപ്രചരണങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ ഒരിക്കലും നിർവാഹമില്ല. അവർക്ക് പ്രത്യേകം നന്ദി കൂടി അർപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പട്ടിക്കാട് ജാമിയ നൂരി അറബിക് കോളേജ് ആണെങ്കിലും കരുവാരകുണ്ട് ദാറുൻ നജാത്ത് ഇസ്ലാമിക് സെന്ററാണ്. ഇതൊക്കെ സമസ്തയുടെ സ്ഥാപനങ്ങളാണ്. സമസ്ത വളവും നൽകിക്കൊണ്ട് സമസ്തയുടെ സമുന്നതരായ ആലിമീങ്ങളും അതുപോലെ സാദാത്യങ്ങളും വളർത്തിയെടുത്ത മഹത്തായ സ്ഥാപനങ്ങളാണ് ഈ ദാറുൻ നജാത്ത് ഇസ്ലാമിക് സെന്റർ ആകട്ടെ, അതല്ലെങ്കിൽ കേരളത്തിൽ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന അറബിക് കോളേജുകൾ ഏത് പരിശോധിച്ചാലും സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ സമസ്തയുടെ സ്ഥാപനങ്ങളാണ്. ഇന്ന് അതിന് അപവാദമായിക്കൊണ്ട് അതിന് സമസ്തക്കൊരു റൂളില്ല, ഞങ്ങൾ മാത്രമാണ് അതൊക്കെ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അവരോടൊന്നും പറയാനില്ല. ഞങ്ങളൊന്നും കടലാസിന് വെട്ടിയെടുത്തോലല്ലാതെ മാത്രമേ മറുപടി പറയാം. ഞങ്ങളൊക്കെ ചങ്കിന് ചോരയുള്ളിടത്തോളം കാലം 926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ സംഘടന ഇവിടെ രൂപീകരിച്ചത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയവും ആദർശവും പറയാനും പ്രചരിപ്പിക്കാനുമാണെങ്കിൽ, ബിദ്അത്തിന്റെ അഹ്ലുകാരെ തടയിടാനാണെങ്കിൽ ജീവനുള്ളിടത്തോളം കാലം ആ ആദർശത്തിന് ഒന്നാമത്തെ സ്ഥാനം കൊടുത്തുകൊണ്ട് ഈ ഇരിക്കുന്ന വന്നരിൽ വന്നരായ ഉസ്താദുമാരുടെ നാളുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് സമസ്തക്ക് സംരക്ഷണ കവചം ചെയ്യാൻ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാകുന്ന ഞങ്ങളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ആരെയെങ്കിലും വാറോലകൾ കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ തിട്ടൂരം വാങ്ങിയിട്ട് ആരെങ്കിലും വന്നിട്ട് ഏതെങ്കിലും വചനം ഉപയോഗിച്ചതുകൊണ്ടൊന്നും ഈ പ്രസ്ഥാനത്തെ ഒരിക്കലും നടക്കാൻ കഴിയില്ല. അതുകൊണ്ട് സമസ്തയുടെ മക്കളെ മുമ്പിൽ ഒരു ഭീഷണിക്കും ആരുടെ ഭീഷണിക്കും മുമ്പിലും വഴങ്ങുന്ന പ്രശ്നം ഇല്ല എന്ന്
ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കിയത് വളരെ സുന്ദരമായ രീതിയിൽ കരുവാരകുണ്ട് റേഞ്ച് സ്വദേശി ഉസ്താദുമാരുടെ ഒരു യോഗം ചേർന്നുകൊണ്ട് വാക്കോട് ഉസ്താദിനൊരു മണ്ണിന്റെ കൊടുക്കണം. ആ ആദരം കരുവാരകുണ്ട് പഞ്ചായത്തിലുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യണമെന്ന് മാത്രം ഉദ്ദേശിച്ചാണ് വാസ്തവത്തിൽ ആദ്യം ഇതിന്റെ സംഘാടകർ പരിപാടിയുമായിക്കൊണ്ട് മുന്നോട്ട് പോയത്. അതിന്റെ ഇടയിലാണ് ചില തടയലുകളും കാലുകളുമായിട്ടുള്ള എത്രത്തോളം എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട അസ്ഹർ അലി വൈസിയാണ് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം കരുവാരകുണ്ടിലേക്ക് വന്നാൽ അദ്ദേഹത്തിന്റെ കയ്യും കാലും വെട്ടുന്നതാണ്. കയ്യും കാലും വെട്ടുന്നത് മാത്രമല്ല, ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വീട്ടിൽ പോയിട്ട് ഞങ്ങളവിടെ വരരുത്, നിങ്ങളെ കയ്യും കാലും കെട്ടി നിങ്ങളെ കൊന്നിടാൻ വേണ്ടി ആളവിടെ തയ്യാറാണ്. ഇത്രത്തോളം നീചമായ നികൃഷ്ടമായ പ്രവർത്തനങ്ങൾ, ഹീനമായ പ്രവർത്തനം നടത്തുമ്പോൾ ഞങ്ങൾക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏതായിരുന്നാലും ആ കയ്യും കാലും വെട്ടാൻ വേണ്ടി നിങ്ങൾ നിർദ്ദേശിക്കപ്പെട്ട അല്ലെങ്കിൽ കാത്തിരിക്കുന്ന അസ്ഹർ അലി വൈസി ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങളെ കൊണ്ട് ഇവിടെ എത്തും. ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങളൊക്കെ നെഞ്ചത്ത് ചവിട്ടിയിട്ടല്ലാതെ ഞങ്ങൾ ഉസ്താദുമാർ ഒരു രോമത്തിന് പോറലേൽപ്പിക്കാൻ ഒരാളെക്കൊണ്ടും സാധ്യമല്ല എന്നുള്ളത് അവിതർക്കിതമായി കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇതൊന്നും ആവേശം കൊള്ളിക്കാൻ വേണ്ടി പറയില്ല. നമ്മുടെയൊക്കെ ജന്മനാൽ ജീവിതത്തിൽ ഉറച്ച നമ്മുടെ രക്തങ്ങളിൽ അലിഞ്ഞതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹിതമായ സംഘടന. അതിനെ തകർക്കാൻ, നമ്മുടെ വിശ്വാസങ്ങൾക്ക് വൈകല്യം വരുത്താൻ ഏതൊക്കെ ബിദഈ പ്രസ്ഥാനക്കാരിൽ നിന്ന് തൃത്തൂരങ്ങൾ വാങ്ങിയിട്ട് അച്ചാരം വാങ്ങിയിട്ട് ആരൊക്കെ ഇറങ്ങിപ്പുറപ്പെട്ടാലും അവനെ ഇരുത്തോണ്ടെടുത്ത് ഇരുത്താൻ സമസ്തയുടെ ഈ മക്കൾ തയ്യാറാണ് എന്ന് ഉച്ചൈസ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങളെ കൊണ്ട് ബഹുമാനപ്പെട്ട അസ്ഹർ അലി വൈസി നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അസ്ഹർ അലി വൈസി ഉസ്താദ് അവറുകളാണ്. മാന്യദേഹത്തെയും അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. ഇവിടെ കാരണം പറഞ്ഞോ, ജാമിഅ നൂരിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അസ്ഹർ അലി വൈസിയെ പിന്നെ ദാറുന്നജാത്തിൽ എങ്ങനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചിട്ടുള്ളതായിട്ട് ഇവിടുത്തെ മുഫത്തലീങ്ങൾ പറഞ്ഞത് ന്യായം പറയാം. ജാമിഅ നൂരിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അസ്ഹർ അലി വൈസി ദാറുന്നജാത്തിൽ എങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ ഇപ്പൊ കാണിച്ചു തരാം. മാത്രമല്ല, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അസ്ഹർ അലി വൈസി എന്ന് പറഞ്ഞാൽ കേന്ദ്ര മുഷാവറയാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണുകളാകുന്ന 40 അംഗ സഭയാണ് സമസ്ത മുഷാവറ എന്ന് പറയുന്നത്. ആ സമസ്ത മുഷാവറയിൽ ഒരംഗമാണ് അസ്ഹർ അലി വൈസി. മാത്രമല്ല, അദ്ദേഹം ജാമിഅ നൂരിയയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതിന് ശേഷം സമസ്ത മുഷാവറയുടെ തീരുമാനം അദ്ദേഹത്തിന് മാറ്റി നിർത്തിയത് പുനഃപരിശോധിക്കണമെന്ന് ഐക്യകണ്ഠേന സമസ്ത മുഷാവറ അവിടെ തീരുമാനമെടുത്തിട്ടില്ലേ? അപ്പൊ സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാത്ത കാലത്തോളം, എന്നാ സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകളെ സമസ്തയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ കയറ്റിയിരുത്തിക്കൊണ്ട് അവർക്ക് പൂമാലടിഞ്ഞ ആളുകളാണ് എവിടെയുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ വീരവാദം ഇവിടെ മുഴക്കിയിട്ട് സമസ്തക്ക് കോട്ടം നേടുന്ന പ്രവർത്തനങ്ങളുമായി കൊണ്ട് മുന്നോട്ട് നയിക്കാൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട അസ്ഹർ അലി വൈസി ഈ മഹത്തായ സംരംഭത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും.
വന്ദനായ ഉസ്താദിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് വെല്ലുവിളികളെയും അതിജയിക്കാൻ കഴിവുള്ള പണ്ഡിതനാണ് താനെന്ന് കേരള ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുത്ത് ആദർശം ജനങ്ങളുടെ മുമ്പിലേക്ക് തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് പുറത്താക്കപ്പെട്ടത് എങ്കിൽ ഒരു കാര്യം അഭിമാനത്തോടുകൂടെ പറയാൻ, ഇതിന്റെ ചാരത്തന്റെ വിശ്രമം കൊള്ളുന്ന മഹാനായ ശൈഖുന KT ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹു മഹാനവറുകളൊക്കെ വരച്ചു കാണിച്ച പാതയിലൂടെ ഇവർ ഞങ്ങൾ നയിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു രോമത്തിനൊരു പോറലേൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഉച്ചൈശ്വരം പ്രഖ്യാപിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മഹത്തായ ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സറലി ഫൈസിയാണ്. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായി കൊണ്ട് 3 വ്യക്തികൾ, ഒന്നിനായ വാക്കോട് ഉസ്താദിന്റെ നാട്ടുകാര് തന്റെ ജന്മനാട് തനിക്ക് നൽകുന്ന ആദരമാണ് പ്രധാനമായും ഇവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രസ്തുത സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത കൊടുങ്ങ് അബ്ദുറഹ്മാൻ ഉസ്താദ് ഇവിടെയുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കും മഹത്തായി പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ക്ഷേമനിധി ഡെപ്യൂട്ടി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ നാട്ടുകാരനും അഭിമാനഭാജനവും SYSന്റെ മലപ്പുറം ജില്ലാ സാരഥിയുമായ ബഹുമാനപ്പെട്ട OMS തങ്ങൾ നിസാമി അവറുകള്, അതുപോലെ മഹത്തായ ഈ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയ ബഹുമാനപ്പെട്ട പള്ളിശ്ശേരി ബഹുമാനപ്പെട്ട തങ്ങളവറുകള്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കാളികാവിൽ നിന്ന്, അതുപോലെ തൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത മഹല്ലുകളിൽ നേതൃത്വം നൽകുന്ന സുന്നി മഹല്ല് ഫെഡറേഷന്റെ SYSന്റെ SKSSFന്റെ പ്രവർത്തകന്മാരും അതുപോലെ പണ്ഡിതന്മാരും ധാരാളം ഈ സദസ്സിലുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്തുകൊണ്ട് സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പരിപാടി മുടക്കാൻ വേണ്ടി കഠിനമായ ശ്രമങ്ങൾ നടത്തിയ ആളുകൾക്ക് നന്ദി രേഖപ്പെടുത്താൻ നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണം കൊണ്ടാണ് ഇത്രത്തോളം വിപുലമാണ്. പക്ഷേ അള്ളാന്റെ ഒരു കള്ളയായിരിക്കാം. ഒരു ലളിതമായ ചടങ്ങോടുകൂടെ ജന്മനാട് വാക്കോട് ഉസ്താദിനെ ആദരിക്കണമെന്ന് മാത്രം ഉദ്ദേശിച്ചപ്പോ അത് പോരാ എന്ന് അള്ളാഹുവിന്റെ ഒരു തീരുമാനം ഉണ്ടാക്കും. അപ്പൊ സോഷ്യൽ മീഡിയയിൽ കൂടി ഇവിടുന്ന് പടിയടച്ച് ബന്ധം വെച്ച ചില ആളുകളൊക്കെ, ദാറുൽ നജാത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകളൊക്കെ പുറം നാടുകളിലേക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഇവിടെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അള്ളാഹു അതിനെ ഉയർത്തുകയാണ് ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പണ്ഡിതന്മാർക്ക് മുഴുവനും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് സമസ്തയെ നയിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ സയ്യിദ് ജഫരി മുത്തുക്കോയ തങ്ങൾ അടക്കമുള്ള, ബഹുമാനപ്പെട്ട ആലിക്കുട്ട ഉസ്താദ് അടക്കമുള്ള, കൊയ്യോട് മുറൂത്തി ഉസ്താദ് അടക്കമുള്ള, MT അബ്ദുൽ മുസ്ലിം അടക്കമുള്ള മുഴുവൻ സാത്വികരായ പണ്ഡിതന്മാർക്കും അള്ളാഹു സിഹ്ഹത്തോടുകൂടെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ പ്രധാനപ്പെട്ട സമയത്ത്, വിലപ്പെട്ട സമയം, ഈ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ സമയം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരുമിച്ച് കൂടിയ വിവിധ മഹല്ലുകളിൽ നിന്ന് ഈ വാക്കോട് ഉസ്താദിന്റെ വാക്കുകൾ, ബഹുമാനപ്പെട്ട അസ്ഹറിൽ ഉസ്താദിന്റെ വാക്കുകൾ കാതോർക്കാൻ വേണ്ടി, ബഹുമാനപ്പെട്ട കൊടുങ്ങ് അബ്ദുറഹ്മാൻ ഉസ്താദിന്റെ വാക്കുകൾ കാതോർക്കാൻ വേണ്ടി, ബഹുമാനപ്പെട്ട OMS നിസാമിയുടെ വാക്കുകൾ കാതോർക്കാൻ വേണ്ടി ഇവിടെ സമ്മേളിച്ച എന്റെ പ്രിയപ്പെട്ട സമസ്തയുടെ മുഴുവൻ പ്രവർത്തകർക്കും ഒറ്റ വാക്കില് സ്വാഗതം ആശംസിച്ചുകൊണ്ട് മഹത്തായ ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം ഈ കരുവാരകുണ്ട് പഞ്ചായത്ത് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട സയ്യിദുൽ വൈദിയോട് സാദരം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.